ന്യൂയോർക്കിൽ ലിബർട്ടി സ്റ്റാച്യുവിൻ്റെ കാഴ്ചകൾക്ക് ശേഷം വീണ്ടും ഫെറിയിൽ കയറിയ ഞങ്ങൾ ബാറ്ററി പാർക്ക് എന്ന സ്ഥലത്ത് വന്നിറങ്ങി. പിന്നീട് മാൻഹട്ടൻ എന്നറിയപ്പെടുന്ന ടൗൺ സെൻറ്ററിലുള്ള ഇന്ത്യൻ ഹോട്ടലിൽ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചു. അതിനുശേഷം 9/11 ആക്രമണശേഷം പുനർനിർമ്മിച്ച വൺ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മുകളിലുള്ള ഒബ്സർവേറ്ററിയിൽ കയറുന്നതിനായി പോവുകയാണ്. ഇവിടെയുള്ള എല്ലാ കെട്ടിടങ്ങളും അംബരചുംബികൾ തന്നെയാണ്. ഞങ്ങൾ വൺ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അടുത്തു നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ത്രികോണാകൃതിയിൽ അംബരചുംബിയായി നിൽക്കുന്ന ഈ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം നീലാകാശത്തിലേക്ക് വിലയം പ്രാപിച്ചതുപോലെയാണ് തോന്നുന്നത്. ഫ്രീഡം ടവർ എന്നുകൂടി അറിയപ്പെടുന്ന ഈ കെട്ടിടം അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടവും ലോകത്തിലെ 7ാമത്തെ ഉയരം കൂടിയ കെട്ടിടവുമാണ്. ഞങ്ങൾ ഇതിൻ്റെ 102ാം നിലയിലുള്ള ഒബ്സർവേറ്ററിയിലേക്ക് പോവുകയാണ്. ടിക്കറ്റ് എടുത്ത് സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഇതുവരെ വന്ന വിവിധ രാജ്യക്കാരുടെ എണ്ണവും മറ്റും ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടനാഴിയിലൂടെ കുറച്ച് ദൂരം മുന്നോട്ട് നടന്ന ശേഷമാണ് അതിവേഗതയുള്ള ലിഫ്റ്റിൽ കയറുന്നത്. ഇടനാഴിയിലെല്ലാം വിവിധ തരം ഡിസ്പ്ലേകൾ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലിഫ്റ്റിലും മുകളിലെത്തിയാൽ കാണാവുന്ന ദൃശ്യങ്ങളുടെ ഡിസ്പ്ലേ കാണാം. ലിഫ്റ്റ് ഏകദേശം 47 സെക്കൻഡ് കൊണ്ട് 102ാമത്തെ നിലയിൽ എത്തിച്ചേർന്നു. പുറത്തേക്കിറങ്ങുമ്പോൾ വലിയൊരു സ്ക്രീനിൽ ന്യൂയോർക്കിൻ്റെ ചരിത്രവും ഒബ്സർവേറ്ററിയിൽ നിന്നുള്ള ഇപ്പോഴത്തെ കാഴ്ചകളുടെ ഡിസ്പ്ലേയും ഉണ്ട്. അതിനുശേഷമാണ് ന്യൂയോർക്ക് നഗരത്തിൻ്റെ 360 ഡിഗ്രിയിലുള്ള അതിമനോഹര കാഴ്ച നൽകുന്ന ഒബ്സർവേറ്ററി നമുക്ക് മുന്നിൽ തുറക്കപ്പെടുന്നത്. കാഴ്ചകൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എവിടെയാണ് ഫോട്ടോകൾ എടുക്കേണ്ടത്, നമുക്ക് ആകെപ്പാടെ കൺഫ്യൂഷനായി പോകും. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ട വേൾഡ് ട്രേഡ് സെൻറ്ററിന് സമീപത്തായി 2006 ഏപ്രിലിൽ നിർമ്മാണം ആരംഭിച്ച് 2014 നവംബർ 3 ഉദ്ഘാടനം ചെയ്യപ്പെട്ടതാണ് ഈ അംബരചുംബി. ഇതിൻ്റെ 102, 100 എന്നീ നിലകളിലായിട്ടാണ് ഒബ്സർവേറ്ററി പ്രവർത്തിക്കുന്നത്. 101ാമത്തെ നിലയിൽ വൺ വേൾഡ് ഡൈൻ എന്ന ഒരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട്. 2015 മെയ് 29 ഈ വൺ വേൾഡ് ഒബ്സർവേറ്ററി പൊതുജനങ്ങൾക്കായി തുറന്നത്. ഒബ്സർവേറ്ററിയുടെ 2 നിലകളിൽ നിന്നുള്ള ന്യൂയോർക്ക് നഗരത്തിൻ്റെ അതിവിശാല കാഴ്ചകൾ വർണ്ണിക്കുവാനോ ദൃശ്യങ്ങളിൽ പകർത്തിയെടുക്കുവാനോ കഴിയുന്നില്ല. അംബരചുംബികളായ കെട്ടിടങ്ങളെല്ലാം തന്നെ നമുക്ക് താഴെയായി മാത്രം കാണുന്നുണ്ട്. ലിബർട്ടി സ്റ്റാച്യു നിലകൊള്ളുന്ന ലിബർട്ടി ഐലൻഡ് ഉൾപ്പെടെ ഉൾക്കടലിൻ്റെയും ഹാർബറിൻ്റെയും മനോഹരമായ കാഴ്ചകളും എല്ലാം കൂടി നമ്മുടെ മനസ്സ് നിറഞ്ഞു പോകുന്ന അവസ്ഥയാണുള്ളത്. 1931 മുതൽ 1970 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് കുറച്ച് ദൂരെയായി നമുക്ക് കാണാനാവുന്നുണ്ട്. മാൻഹട്ടനെയും ബ്രൂക്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലങ്ങളായ ബ്രൂക്ലിൻ ബ്രിഡ്ജും മാൻഹട്ടൻ ബ്രിഡ്ജും ഇവിടെ നിന്ന് വ്യക്തമായി കാണാം. 1776 അടി അഥവാ 541 മീറ്ററാണ് ഈ അംബരചുംബിയുടെ മൊത്തം ഉയരം. 9/11 ഭീകരാക്രമണത്തിൽ നിലംപതിച്ച നോർത്ത് ടവറിൻ്റെ ഉയരം 1368 അടി അഥവാ 417 മീറ്റർ ആയിരുന്നു. ഈ ഉയരത്തിലാണ് ഇവിടെ പ്രവർത്തിക്കുന്ന ഒബ്സർവേറ്ററി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 104 നിലകളുടെ ഉയരമുള്ള വൺ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ 71 നിലകളിലും ഓഫീസുകളാണ് പ്രവർത്തിക്കുന്നത്. മറ്റു നിലകളിൽ പാർക്കിംഗ്, ലോബി, ഒബ്സർവേറ്ററി, റെസ്റ്റോറൻറ്റ്, കോൺഫറൻസ് ഹാളുകൾ എന്നിവയാണ് ഉള്ളത്. ഏറ്റവും മുകളിലായി 124 മീറ്റർ ഉയരത്തിൽ കമ്മ്യൂണിക്കേഷൻ ആൻറ്റിനയും നിർമ്മിച്ചിട്ടുണ്ട്. 35 ലക്ഷം സ്ക്വയർ ഫീറ്റാണ് ഈ കെട്ടിടത്തിൻ്റെ ഫ്ലോർ ഏരിയ.
73 ലിഫ്റ്റുകളും എലിവേറ്ററുകളും ഇവിടെ പ്രവർത്തിക്കുന്നുമുണ്ട്. 2001 ആക്രമണശേഷം അത്യധികം സുരക്ഷാ ക്രമീകരണങ്ങളും സേഫ്റ്റി മുൻകരുതലുകളും ഉൾപ്പെടുത്തിയാണ് ഈ അംബരചുംബി ഇവിടെ നിർമ്മിച്ചത്. 1966-നും 1975-നും ഇടയിൽ നിർമ്മിച്ച 7 കെട്ടിടങ്ങളുടെ ഒരു സമുച്ചയമായിരുന്നു വേൾഡ് ട്രേഡ് സെൻറ്റർ എന്നറിയപ്പെട്ടിരുന്നത്. ഇതിലെ 110 നിലകളുണ്ടായിരുന്ന ഇരട്ട ഗോപുരങ്ങളാണ് 2001 ഭീകരാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടത്. ഈ കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായ കാലത്ത് 1970 മുതൽ 1973 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായിരുന്നു ഇവ. 1996 മലേഷ്യയിലെ പെട്രോണാസ് ടവർ പൂർത്തിയാകുന്നതുവരെ ലോകത്തിലെ ഉയരം കൂടിയ ഇരട്ട കെട്ടിടങ്ങൾ എന്ന ഖ്യാതി ഇവയ്ക്കാണ് ഉണ്ടായിരുന്നത്. ഈ സമുച്ചയങ്ങളിൽ ആകെ 1,34,00,000 ചതുരശ്ര അടി വിസ്തീർണമാണ് ഉണ്ടായിരുന്നത്. ഒബ്സർവേറ്ററിയിൽ നിന്ന് നോക്കുമ്പോൾ താഴെ റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ കളിപ്പാട്ടങ്ങൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. ദൂരെയായി കാണുന്ന എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിന് 102 നിലകളും മൊത്തം 1454 അടി ഉയരവുമാണ് ഉണ്ടായിരുന്നത്. ഈ കെട്ടിടത്തിലും ഒരു ഒബ്സർവേഷൻ ഡെക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഒബ്സർവേറ്ററിയിൽ നിന്നും പുറത്തുള്ള കാഴ്ചകൾ ഉൾപ്പെടുന്ന ഫോട്ടോകൾ എടുക്കുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. എന്നിരുന്നാലും ഞങ്ങൾ മതിയാവോളം ഫോട്ടോകൾ ഇവിടെ നിന്ന് എടുത്തു. ഏകദേശം 1 മണിക്കൂറോളം നേരം ന്യൂയോർക്ക് നഗരത്തിൻ്റെ ആകാശ കാഴ്ചകൾ ഒബ്സർവേറ്ററിയിൽ നിന്ന് കണ്ട ഞങ്ങൾ പിന്നീട് താഴേക്കിറങ്ങി. ഇനി ഞങ്ങൾ ഇതിനടുത്ത് തന്നെയുള്ള 2001 9/11 ഭീകരാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ട ഇരട്ട അംബരചുംബികൾ നിന്നിരുന്ന സ്ഥലത്ത് ക്രമീകരിച്ചിട്ടുള്ള മെമ്മോറിയൽ കാണുവാൻ പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. എല്ലാവർക്കും ഗുഡ് ബൈ.